നമ്മൾ കഴിഞ്ഞ ദിവസം റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള റിയൽമി 7ൻ്റെ വിശേഷങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് റിയൽമിയുടെ 7 സീരീസിലെ റിയൽമി 7 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത റിയൽമി 7ൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. എന്നാൽ റിയൽമി 7 പ്രോ വരുന്ന ബോക്സ് ഇത് തമ്മിൽ കാര്യമായിട്ട് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഈ ഫോട്ടോയിലൊക്കെ ഒരു ചെറിയ ആംഗിളിലുള്ളൊരു വ്യത്യാസം മാത്രം. രണ്ട് ബോക്സും ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്. റിയൽമി 7 പ്രോയുടെ ബോക്സ് ഒരു അല്പം ഉയരം കൂടുതലായിട്ട് 7ൽ നിന്ന് കാണുന്നുണ്ട്. എനിവേ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഈ ഒരു ബോക്സിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ റിയൽമി 7 പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 7 എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ റിയൽമി 7 പ്രോ എന്നും ഏറ്റവും ബാക്കിൽ ഇതുപോലെ സോണി 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണെന്നും 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജ് ഉണ്ടെന്നും 6.4 ഇഞ്ച് സ്നാപ്ഡ്രാഗൺ 720G ആണെന്നും അതുപോലെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മിറർ ബ്ലൂ എന്ന കളർ വേരിയൻറ്റിൽ പെടുന്ന ഫോണാണ്. എനിവേ അൺബോക്സ് ചെയ്യാം. ഇവിടെ ഇതുപോലെ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വെള്ള പേപ്പർ ബോക്സ്, TPU കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ക്വാളിറ്റി ഉള്ളതാണ്. ഒരു ഗ്രേഷ് കളറാണ് ഈ ഒരു TPU കേസിന് നൽകിയിരിക്കുന്നത്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ഗൈഡ്. ഇവിടെ TUV റെയിൻലാൻഡ് സ്മാർട്ട് ഫോൺ റിലയബിലിറ്റി വെരിഫിക്കേഷൻ ഈ ഒരു ഫോണിന് ലഭിച്ചതാണെന്നുള്ളതിൻ്റെ ഒരു പേപ്പർ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് തൽക്കാലം മാറ്റി വയ്ക്കാം. ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ഫാസ്റ്റ് ചാർജർ, അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചാർജിങ്ങിനായിട്ട് USB Type C കേബിൾ, ഇതിനകത്തൊരു മഞ്ഞ ലൈനിങ്ങും കാണാം. സിം ഇജക്ടർ പിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഫോണിൻ്റെ ബോക്സ് എല്ലാം മാറ്റി വയ്ക്കാം. നമുക്കിനി ഫോണിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. ഫോൺ പുറത്തേക്ക് എടുക്കുന്നു. നല്ല അടിപൊളി ഡിസൈൻ. ഇവിടെ എൻ്റെ വലത് കയ്യിലിരിക്കുന്നത് റിയൽമി 7 ആണ്. എന്നാൽ ഇടത് കയ്യിലിരിക്കുന്നത് റിയൽമി 7 പ്രോ. അപ്പോൾ ഇവിടെ ഈ ക്യാമറ മൊഡ്യൂളിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം രണ്ട് ഫോണുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റിയൽമി 7 പ്രോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സൈസ് കുറച്ചിട്ട് ഉള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ്. ഇവിടെ 3 ക്യാമറകൾ ഇതുപോലെ താഴേക്ക് നൽകിയിരിക്കുമ്പോൾ ഒരു ക്യാമറ പ്രത്യേകിച്ച് വലത്തെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ റിയൽമി 7ൽ 4 ക്യാമറകളും ഒരൊറ്റ നിരയിൽ താഴേക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ഒരു കുറച്ചുകൂടി നീളമുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടുവന്ന മൊത്തം റിയൽമി ഫോണുകളുടെ നിന്ന് മൊത്തത്തിലൊരു ഡിസൈൻ ചേഞ്ച് കാര്യമായിട്ട് നമുക്കിവിടെ റിയൽമി 7 സീരീസിലെ ഫോണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. റിയൽമി 7 ഫോണിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡുവൽ പാറ്റേൺ നമുക്കത് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലൈനിങ് ഇതുപോലെ പോകുന്നതായി കാണാം. താഴെയായിട്ട് റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കളർ. ഇവിടെ റിയൽമി 7ൻ്റെ കളറിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ കളർ റിയൽമി 7 പ്രോയുടെ കളറാണ്. അതിനകത്തൊരു ലൈറ്റ് പാറ്റേൺ ഒക്കെ നമുക്കിതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഡിസൈൻ. ഫോണിൻ്റെ വലത് സൈഡിൽ പവർ ബട്ടൺ, അതിനകത്തൊരു ചെറിയ ഗോൾഡൻ ലൈനിങ് കാണാം. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, Type C പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടതുവശത്ത് വോളിയം റോക്കേഴ്സും സിം ട്രേയും കാണാം. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. റിയൽമി 7ൽ നമുക്ക് അത്തരത്തിലൊരു രണ്ടാമതൊരു മൈക്ക് കാണാനില്ലായിരുന്നു. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നമുക്ക് നോക്കാം. യെസ്, ഡെഡിക്കേറ്റഡ് സിം ട്രേ. അതായത് ഒരേ സമയം തന്നെ 2 സിം കാർഡുകളും ഒരു മൈക്രോ SD കാർഡും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാനാകും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും താഴെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫോണുകളും ഇതുപോലെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ സൈസൊക്കെ ഏകദേശം സെയിം ആയിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഒരല്പം ചെറുത് 0.1 mm ചെറുത് റിയൽമി 7 പ്രോ ആണ്. അതായത് റിയൽമി 7 പ്രോ വന്നിട്ട് 6.4 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. അല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഈ 2 ഫോണുകളിലും അങ്ങനെ തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ ആ ക്യാമറ മൊഡ്യൂളിലും ഉള്ളൊരു വ്യത്യാസം മാത്രമാണ് മെയിനായിട്ട് നമുക്ക് ഈ 2 ഫോണുകളും തമ്മിൽ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ തോന്നുന്നത്. ഈ ഒരു ഫോൺ കയ്യിലൊക്കെ പിടിക്കാനായിട്ട് നല്ല കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. കയ്യിലെല്ലാം നന്നായിട്ട് ഒതുങ്ങി നല്ല ഒരു ഹാൻഡി ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഫോൺ. അധികം വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നുമില്ല. വെറും 182 ഗ്രാം ഭാരം മാത്രമേ റിയൽമി 7 പ്രോയ്ക്കുള്ളൂ. എന്നാൽ റിയൽമി 7 196.5 ഗ്രാം ഭാരമാണ്. അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കുറവ് റിയൽമി 7 പ്രോയ്ക്കാണ് ഉള്ളത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ
6.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ റിയൽമി 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന് 180 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും മികച്ച ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഫോണിന് മാക്സിമം ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ 600 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇത്തവണ റിയൽമി 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നാൽ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായിട്ടുള്ള റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ റിയൽമി UI ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഫോണിന് ചുറ്റുമുള്ള ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ സാമാന്യം കനം കുറഞ്ഞ അരികളാണ് ഈ ഒരു ഫോണിന് ചുറ്റുമുള്ളത്. എന്നാൽ താഴെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗം ഒരല്പം കനം കൂടിയതായിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഇതുപോലെ കുറച്ചുകൂടെ ഒരു ചെറിയ സൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കടുകുമണി വലുപ്പം മാത്രമേ ഇവിടെ റിയൽമി 7 പ്രോയിൽ ഫ്രണ്ട് ക്യാമറയ്ക്കുള്ളൂ. എന്നാൽ റിയൽമി 7 കുറച്ചുകൂടി ഒരു വലിയ ഫ്രണ്ട് ക്യാമറ അത് ഡിസ്പ്ലേയിൽ ഒരു വലിയ പാടായിട്ട് തന്നെ കാണാമായിരുന്നു. ഇവിടെ കുറച്ചുകൂടെ ചെറിയ സെൽഫി ക്യാമറയാണ് റിയൽമി 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻ്റ് സംവിധാനവും എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം ഫിംഗർ പ്രിൻ്റ്. ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫാണ്. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ വേക്കപ്പ് ചെയ്തു, അൺലോക്ക് ചെയ്തു. സാമാന്യം തരക്കേടില്ലാത്ത ഫാസ്റ്റ് തന്നെയാണ് ഫിംഗർ പ്രിൻ്റ്. അടുത്തത് ഫേസ് അൺലോക്ക്. ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫാണ്. പവർ ബട്ടൺ പ്രസ് ചെയ്ത് വേക്കപ്പ് ചെയ്തു, അൺലോക്ക്. ഫാസ്റ്റ് വളരെ ഫാസ്റ്റാണ്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നിയത് ഫേസ് അൺലോക്കാണ് കുറച്ചുകൂടി ഫാസ്റ്റ്, ഫിംഗർ പ്രിൻറ്റ് മീഡിയം. ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ റിയൽമി 7ൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ സൈഡ് മൗണ്ടഡ് ആയിട്ട് ഇത്തരത്തിൽ പവർ ബട്ടണിൽ തന്നെയായിരുന്നു നൽകിയിരുന്നത്. നമുക്കറിയാം എപ്പോഴും ഇൻ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകണമെങ്കിൽ അത് ഒരു LED ഡിസ്പ്ലേ ആയിരിക്കണം. അപ്പോൾ റിയൽമി 7ൻ്റെ കേസിൽ സൈഡിലേക്ക് ഫിംഗർ പ്രിൻറ്റ് മാറ്റാനുള്ള ഒരു പ്രധാന കാരണം ആ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് LCD ഡിസ്പ്ലേ ആയിരുന്നു. എന്നാൽ ഇവിടെ 7 പ്രോയിൽ LED ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് നൽകാൻ പോലും സാധിച്ചത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡുവൽ ഫ്രീക്വൻസി GPS നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാവിഗേഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പൊസിഷൻ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഇന്ത്യൻ ISRO വികസിപ്പിച്ചെടുത്ത നാവിക് എന്ന GPS സിസ്റ്റമാണ് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഫോൺ സ്പ്ലാഷ് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെയും ചെറിയ വെള്ളത്തുള്ളികളെ ഈ ഒരു ഫോണിന് പ്രതിരോധിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ഫോൺ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ റിയൽമി 7ൽ നിന്നും 7 പ്രോയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം ഇതുപോലെ സ്റ്റീരിയോ സ്പീക്കറുകൾ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ റിയൽമി 7ൽ മോണോ സ്പീക്കറുകളായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല മികച്ച സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്നതിന് വേണ്ടി ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് എന്ന ഫീച്ചറും അതുപോലെ ഹൈ റെസ് ഓഡിയോ ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എനിവേ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരിശോധിക്കാം. മികച്ച സൗണ്ട് ക്വാളിറ്റി. ഈ ഒരു ഫോണിന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഈ സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും തോന്നുന്നു. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ സാധാരണ പല ബ്രാൻഡുകളും ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറുകൾ നൽകാറില്ല. ഈവൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ തന്നെയും വളരെ വിരളമായിട്ടുള്ള ഫോണുകൾ മാത്രമേ സ്റ്റീരിയോ സ്പീക്കറുകൾ നൽകി കാണാറുള്ളൂ. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കറുകൾ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എടുത്തു പറയുന്നു. മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഫോണിൻ്റെ ഫുൾ വോളിയം വെച്ച് ഞാൻ പാട്ട് കേട്ട് നോക്കി. സ്പീക്കറിൽ നിന്ന് കരകരപ്പോ മറ്റ് ഡിസ്ട്രോഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മികച്ച സ്റ്റീരിയോ ക്വാളിറ്റി സൗണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഫോണിൻ്റെ ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞ പോലെ അമോ LED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബ്ലാക്കുകളൊക്കെ നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. LED ഡിസ്പ്ലേ ആയതുകൊണ്ട് മികച്ച വൈബ്രൻ്റ് ആയിട്ടുള്ള മികച്ച കളർ റീപ്രൊഡക്ഷനൊക്കെ നൽകുന്ന കിടിലൻ ഡിസ്പ്ലേ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയും ഡിസ്പ്ലേയും പെർഫെക്റ്റ്.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന ഗെയിമിംഗ് പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ റിയൽമി 7-ൽ മീഡിയടെക് ഹീലിയോ G95 എന്ന പ്രോസസ്സറാണ് നൽകിയിരുന്നത്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. 6GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 8GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. ചുരുക്കി പറഞ്ഞാൽ 2 വേരിയൻറ്റിലും ഇൻറ്റേർണൽ മെമ്മറി സെയിം ആണ്. വേരിയൻറ്റുകളിലെ വ്യത്യാസം എന്ന് പറയുന്നത് ലോ വേരിയൻറ്റിൽ 6GB ഹയർ വേരിയൻറ്റിൽ 2GB കൂടെ കൂടി 8GB മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ 2 വേരിയൻറ്റുകളും തമ്മിൽ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്ന റാം LPDDR4X എന്ന റാമാണ്. ഫയൽ സ്റ്റോറേജിനും റിട്രീവിങ്ങിനുമായിട്ട് UFS 2.1 എന്ന ഫീച്ചറും നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. റിയൽമി 7ഉം റിയൽമി 7 പ്രോയും തമ്മിൽ ക്യാമറയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്ന് പറയേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ഫോണിൻ്റെ ബാക്ക് ക്യാമറ. 2 ഫോണിലും ബാക്ക് ക്യാമറ സെറ്റപ്പ് ഏകദേശം സെയിം തന്നെയാണ് നൽകിയിരിക്കുന്നത്. റിയൽമി 7 പ്രോയിൽ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ പ്രൈമറി ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ സോണി IMX682 എന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും പ്രൈമറി ലെൻസ് കൂടാതെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിൽ റിയൽമി 7ൽ നിന്ന് 7 പ്രോയ്ക്കുണ്ടായ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സെൽഫി ക്യാമറയിലാണ്. റിയൽമി 7ൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ നൽകിയിരിക്കുമ്പോൾ ഇവിടെ 7 പ്രോയിൽ അത് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ UAS മാക്സ് വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കുലുക്കങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതാം. അതുപോലെ ഈ ഒരു ഫോണിൽ പ്രോ നൈറ്റ് സ്കേപ്പ് വീഡിയോ എന്നൊരു മോഡ് കൂടി നൽകിയിട്ടുണ്ട്. സാധാരണ നൈറ്റ് സ്കേപ്പ് വീഡിയോകൾ, നൈറ്റ് മോഡുകൾ ഫോട്ടോയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ വീഡിയോയിൽ നൈറ്റ് സ്കേപ്പിൽ പ്രോ രീതിയിൽ നൽകിയിട്ടുണ്ട്. അതായത് നൈറ്റ് സ്കേപ്പിൽ നമുക്ക് തന്നെ കൺട്രോളിൽ സെറ്റ് ചെയ്തുകൊണ്ട് മികച്ച രാത്രികാല വീഡിയോ ദൃശ്യങ്ങൾ ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡ് ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർക്ക് ചാർജറാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ റിയൽമി 7ൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് നൽകിയിരുന്നത്. ചാർജിങ്ങിനായിട്ട് 30 വാട്ടിൻ്റെ ചാർജറായിരുന്നു നൽകിയിരുന്നത്. റിയൽമി 7 പ്രോയുടെ ബാറ്ററി നോക്കുമ്പോൾ ഇവിടെ റിയൽമി 7ൽ നിന്ന് 500 mAh കുറവാണ്. പക്ഷേ ചാർജർ 30 വാട്ടിൽ നിന്ന് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് റിയൽമി 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. അത്രയും ഒരു ഫാസ്റ്റ് ചാർജർ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്കിവിടെ 4500 mAhൻ്റെ ബാറ്ററി തന്നെ സഫീഷ്യൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആകുമ്പോൾ ഒന്ന് ചാർജിൽ കണക്ട് ചെയ്തിട്ടിരുന്നാൽ മതി. വളരെ മിനിറ്റുകൾക്ക് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നത് കൊണ്ട് 4500 mAh എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് അധികമാണ് എന്ന് പറയേണ്ടി വരും. വെറും 34 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ 100% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 നിറങ്ങളിലാണ് ലഭ്യമാവുക. മിറർ വൈറ്റ്, മിറർ ബ്ലൂ. നമ്മളിന്ന് ഇവിടെ പരിശോധിക്കുന്ന ഫോൺ മിറർ ബ്ലൂ എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് ഏവരും കാത്തിരിക്കുന്നത്. റിയൽമി 7 പ്രോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. 6GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ് ഇതിൻ്റെ വില 19,999 രൂപയും 8GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റിൻ്റെ വില 21,999 രൂപയുമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 2GB റാമിൻ്റെ വ്യത്യാസത്തിനാണ് നമ്മൾ ഇതുപോലെ 2000 രൂപ അധികമായിട്ട് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെയും റിയൽമി 7 പ്രോയുടെ കേസിൽ കൂടുതൽ ആളുകളും എനിക്ക് തോന്നുന്നു 6GB RAM വേരിയൻ്റ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ പുറത്തിറക്കിയ റിയൽമി 7 എന്ന ഫോണിൻ്റെ പ്രൈസിങ് ആ ഒരു വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ റിയൽമി 7 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റിയൽമി 7ൻ്റെ പ്രൈസ് കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നു. റിയൽമി 7ഉം 2 വേരിയൻറ്റിലായിരുന്നു ലഭ്യമായിരുന്നത്. 6GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ് അതിൻ്റെ വില 14,999 രൂപയും റിയൽമി 7 8GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ് അതിൻ്റെ വില 16,999 രൂപയുമാണ്. അപ്പോൾ റിയൽമി 7 സീരീസിൽ റിയൽമി 2 ഫോണുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. റിയൽമി 7ഉം റിയൽമി 7 പ്രോയും. 7 സീരീസിലെ ഫോണുകൾക്ക് 15,000 17,000 രൂപയും വില വരുമ്പോൾ 7 പ്രോയ്ക്ക്
20,000-ഉം 22,000 രൂപയാണ് വിലയെന്ന് ചുരുക്കി പറയാം. കഴിഞ്ഞ പ്രാവശ്യവും റിയൽമി 6 സീരീസിൽ ഇതുപോലെ റിയൽമി 6 എന്നും റിയൽമി 6 പ്രോ എന്നീ 2 ഫോണുകളാണ് പുറത്തിറക്കിയത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയ ഫോൺ എന്ന് പറയുന്നത് റിയൽമി 6 എന്ന ഫോണായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ റിയൽമി 7ഉം 7 പ്രോയും ഉണ്ട്. കൂടുതൽ ആളുകൾ കുറച്ച് വില കുറഞ്ഞ ഫോണുകളായിരിക്കും കൂടുതൽ ഓപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു ഈ 2 ഫോണുകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കാൻ പോകുന്നത് ഒരുപക്ഷെ റിയൽമി 7 എന്ന വേരിയൻ്റ് ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് റിയൽമി 7 പ്രോ എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ പ്രധാനമായിട്ടും റിയൽമി 7ൽ നിന്ന് 7 പ്രോയിലേക്ക് വരുമ്പോഴുള്ള പ്രധാന വ്യത്യാസങ്ങൾ, ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ 7 പ്രോയിൽ നൽകിയിരിക്കുന്നു. അതുപോലെ സെൽഫി ക്യാമറയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നു. അമോ LED ഡിസ്പ്ലേ ആണ് 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഈ റിയൽമി 7 പ്രോയിൽ നൽകിയിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും റിയൽമി 7നേക്കാൾ ഒരു മുൻതൂക്കം റിയൽമി 7 പ്രോയ്ക്ക് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.